ദൈവത്തോട് ചോദിക്കുന്നതിന്, ഈശ്വരനോട് ചോദിക്കുന്നതിന്, പടച്ചവനോട് ചോദിക്കുന്നതിന് പറയുന്ന വാക്കാണ് പ്രാർത്ഥിക്കുക എന്നുള്ളത്. സൃഷ്ടികളോട് ചോദിക്കുന്ന ചോദ്യത്തിന് പ്രാർത്ഥിക്കുക എന്ന് പറയുന്നത് മുജാഹിദീങ്ങൾ മനഃപൂർവ്വം ജനങ്ങളെ കൺഫ്യൂഷൻ ആക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു വാചകമാണ്. ഈ നിർവചനത്തിന് യാതൊരു തെളിവും പേരോട് അബ്ദുറഹ്മാൻ സഖാഫി കൊണ്ടുവരുന്നില്ല. കാരണം അങ്ങനെയാണെങ്കിൽ പേരോട് അബ്ദുറഹ്മാൻ സഖാഫിയുടെ നിർവചന പ്രകാരം മക്കയിലെ മുശ്രിക്കുകൾ, അബൂജഹൽ, അബൂലഹബ് ഇവരൊന്നും തന്നെ അള്ളാഹു അല്ലാത്തവരോട് വിളിച്ചു പ്രാർത്ഥന നടത്തിയിട്ടില്ല, അള്ളാഹു അല്ലാത്തവർക്ക് ഇബാദത്ത് ചെയ്തിട്ടില്ല. കാരണം മക്കാ മുശ്രിക്കുകൾ ആരെയാണോ വിളിച്ച് സഹായം തേടിയിട്ടുള്ളത്, ആർക്കൊക്കെയാണോ അവർ ഇബാദത്ത് ചെയ്തിട്ടുള്ളത്, അവരെല്ലാം സൃഷ്ടികളാണ് എന്നും അവരാരും സ്രഷ്ടാക്കളല്ല എന്നും അവർ ഉറച്ചു വിശ്വസിച്ചിരുന്നു. ബഹുമാനപ്പെട്ട പേരോട് ഉസ്താദ് പ്രാർത്ഥന എന്നതിന് ഒരു നിർവചനം പറയുന്നുണ്ട്. വഹാബികൾ പൊതുവെ ദുആഇനെ തെറ്റിദ്ധരിപ്പിച്ച് മഹാന്മാരോട് മുജിദത്ത് കറാമത്തിന്റെ അടിസ്ഥാനത്തിൽ അബൗദികമായ നിലയ്ക്ക് സഹായം തേടലാണ് പ്രാർത്ഥന, ദുആ എന്ന് പറയലുണ്ട്. എന്നിട്ട് വിഗ്രഹാരാധകർക്ക് മേലെ അവതരിപ്പിക്കപ്പെട്ട ആയത്തുകൾ കൊണ്ടുവന്ന് ഇൻതദൂഹും, നിങ്ങൾ അവരോട് ആരാധനയുടെ പ്രാർത്ഥന നടത്തിയാൽ എന്ന ആയത്ത് ആരാധനയുടെ പ്രാർത്ഥന അല്ലാത്ത ഇസ്തിഗാസക്ക് തെളിവായി കൊണ്ടുവരലുണ്ട്. അപ്പൊ പ്രാർത്ഥന എന്താണ് എന്ന് ചോദിച്ചാൽ വഹാബികളൊക്കെ പറയാറുള്ളത് അഭൗതികമായ നിലക്ക് സഹായത്തേട്ടമാണെന്നാണ്. എന്നാൽ അതിന് യാതൊരു തെളിവും മൗലവിമാർ കൊണ്ടുവരാറില്ല. എന്നാൽ ഒരു മൗലവി പ്രാർത്ഥന എന്നതിന് ബഹുമാനപ്പെട്ട പേരോട് ഉസ്താദ് പറഞ്ഞ നിർവചനത്തെ ചോദ്യം ചെയ്തുകൊണ്ട് പറയുകയാണ്, ഒരു തെളിവ് ഈ നിർവചനത്തിന് പറയാൻ സാധ്യമല്ല എന്ന്. ബഹുമാനപ്പെട്ട പേരോട് ഉസ്താദ് അവിടെ നിർവചനമായി പറയുന്നത്, പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ, ദുആ എന്ന് പറഞ്ഞാൽ ദൈവത്തോട്, ഈശ്വരനോട് തേടുന്ന ദുആ അപേക്ഷക്കാണ് പ്രാർത്ഥന എന്ന് പറയുക, ദുആ എന്ന് പറയുക എന്ന്. ഇതിന് യാതൊരു തെളിവും പറയാൻ സാധ്യമല്ല എന്നാണ് മൗലവി പറയുന്നത്. എന്നാൽ മൗലവി പിടിച്ചോ തെളിവ്? ബഹുമാനപ്പെട്ട ഇമാം റാസി റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ തഫ്സീറിൽ രേഖപ്പെടുത്തിയത് കാണാം. ഹഖീഖത്തു ദുആഇ ഇസ്തിദാഉൽ അബ്ദി റബ്ബ, ദുആഇന്റെ ഹഖീഖത്ത് അടിമ റബ്ബിനോട് തേടലാണ്. അൽ ഇനായത, സഹായം. ഇമാം അപ്പൊ റബ്ബിനോട്, റബ്ബാണെന്ന നിലക്കുള്ള സഹായം തേടുമ്പോഴാണ് പ്രാർത്ഥനയാവുക. ഇമാം ഖത്താബി റളിയല്ലാഹു അൻഹു പറഞ്ഞു, മഅന ദുആഇ ഇസ്തിദാഉൽ അബ്ദി റബ്ബ, ദുആഇന്റെ അർത്ഥം അടിമ റബ്ബിനോട് തേടലാണ്. അപ്പൊ പ്രാർത്ഥനയുടെ നിർവചനം റബ്ബാണെന്ന നിലയ്ക്ക്, ദൈവമാണെന്ന നിലയ്ക്ക്, ഇലാഹാണെന്ന നിലയ്ക്ക് തേടലാണ്. അത് തന്നെയാണ് പേരോട് ഉസ്താദ് പറഞ്ഞത്. ഇലാഹാണെന്ന നിലക്കോ ഈശ്വരനാണെന്ന നിലക്കോ ഇനി അതിന്റെ നിർബന്ധമായിട്ട് ഉണ്ടാകുന്ന സൃഷ്ടാവാണെന്ന നിലക്കോ ഒക്കെ തേടലാണ്. ഇതിന് യാതൊരു തെളിവുമില്ല എന്ന് പറയുന്നത് കള്ളമാണ്. അഭൗതിക സഹായത്തേട്ടമാണ് പ്രാർത്ഥന എന്നതിന് യാതൊരു തെളിവുമില്ല. അതിന് മൗലവി കൊണ്ടുവന്ന ആയത്തുകളുണ്ട്, ഇൻഷാ അല്ലാഹ് നമുക്ക് പരിശോധനയ്ക്ക് വിധേയമാക്കണം. പിന്നെ മൗലവി പറയുന്നുണ്ട്, മക്കാ മുശ്രിക്കുകള് സൃഷ്ടാവ് അള്ളാഹു സൃഷ്ടാവാണെന്ന് പറഞ്ഞിരുന്നു, എന്നിട്ടത് അവരെ വിഗ്രഹത്തോട് തേടിയപ്പോൾ വിഗ്രഹങ്ങൾ സൃഷ്ടാവാണെന്ന് പറഞ്ഞിട്ടില്ലെങ്കിലും അത് ശിർക്കായില്ലേ. അത് സൃഷ്ടാവാണെന്ന് പറഞ്ഞാൽ മാത്രമേ പ്രാർത്ഥനയാവൂ എന്ന് പേരോട് ഉസ്താദ് പറഞ്ഞിട്ടില്ല. ദൈവമാണെന്ന്, റബ്ബാണെന്ന്, അല്ലെങ്കിൽ ഈശ്വരനാണെന്ന്, ഇലാഹാണെന്ന് വിശ്വസിച്ചാൽ തന്നെ ദുആ ആകുമെന്നാണ് പറഞ്ഞത്. മക്കാ മുശ്രിക്കുകൾ ധാരാളം ദൈവങ്ങൾ, ഇലാഹുകൾ വിശ്വസിച്ചിരുന്നു എന്നത് തീർച്ചയാണ്. മക്കാ മുശ്രിക്കുകൾ പറഞ്ഞിരുന്നത് തന്നെ അജഅലൽ ആലിഹത ഇലാഹൻ വാഹിദ, ഇലാഹികളെ മുഴുവനും ഒറ്റ ഇലാഹാക്കുകയാണോ മുഹമ്മദ് എന്നായിരുന്നു. അപ്പൊ ധാരാളം ഇലാഹികളുണ്ട് എന്നവർ വിശ്വസിച്ചിരുന്നു. അവരെ ലാ തദു മഅല്ലാഹി ഇലാഹൻ ആഖറ, അല്ലാഹുവിനോട് കൂടെ വേറെ ഇലാഹിനെ വിളിക്കരുത് എന്ന് ഖുർആൻ കാണാം. മക്കാ മുശ്രിക്കുകൾ പറഞ്ഞിരുന്നത് അതാരിക്കു ആലിഹത്തിന ലിശാഇരി മജ്നൂൻ, ഞങ്ങളെ ഇലാഹികളെ ഒഴിവാക്കുകയോ ഈ മുഹമ്മദിന് വേണ്ടി എന്നതായിരുന്നു. വൈദാ ഖീല ലഹും ലാ ഇലാഹ ഇല്ലല്ലാഹ് യസ്തക്ബിറൂൻ, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാതെ മറ്റൊരു ഇലാഹില്ല എന്ന് പറഞ്ഞാൽ അവർ അഹംഭാവം നടിക്കും. അപ്പൊ ധാരാളം ഇലാഹുകൾ വിശ്വസിച്ചുകൊണ്ട് ആ ദൈവങ്ങളൊക്കെ ഇലാഹികളാണ്, ദൈവമാണ്, അവർ ആരാധിക്കപ്പെടുന്ന, അവർ വിളിക്കപ്പെടുന്ന ആളുകൾ ദൈവമാണെന്ന നിലക്കുള്ള സഹായത്തേട്ടമാണ് അവർ നടത്തിയത്. അവർ ആ ഇബാദത്താണ് അവർ നടത്തിയത് എന്ന് വ്യക്തമാണ്. അല്ലാതെ സൃഷ്ടാവാണ് എന്ന് വിശ്വസിച്ചാലേ ദൈവമാക്കലാകൂ എന്നത് അല്ല. അങ്ങനെ പേരോട് ഉസ്താദ് പറഞ്ഞിട്ടില്ല. സൃഷ്ടാവാണെന്ന് വിശ്വസിച്ചാലും ഇലാഹിലുള്ള വിശേഷണം വകവെച്ചു കൊടുക്കല, അതുകൊണ്ട് ദൈവമാകും എന്നത് മറ്റൊരു വിഷയം. ഇത് മനസ്സിലാക്കാത്തത് കൊണ്ടാണ് വഹാബി മൗലവി തെറ്റിദ്ധരിപ്പിക്കുന്നത് എന്ന് ഓർമ്മപ്പെടുത്തുന്നു.